ഹായ് ക്രിയേറ്റേഴ്സ്. 2026 നിങ്ങൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ലേ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ മുമ്പ് ചെയ്ത പോലെ വീഡിയോസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം യൂട്യൂബ് ആകെ മാറിയിട്ടുണ്ട്, യൂട്യൂബിന്റെ അൽഗോരിതം മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതം അപ്പുറത്ത് ചേഞ്ച് ആയത് നമ്മൾ അറിയാതെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യുമ്പോൾ വ്യൂസ് ഡൗൺ ആകുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല യൂട്യൂബിൽ എന്ത് മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വ്യൂസ് കുറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ 2026 എത്തിയിട്ടുണ്ട്. 2021, 2022 കാലഘട്ടങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ചെയ്തു അതുപോലെയല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി 2026 അൽഗോരിതത്തിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വ്യൂസ് വരുന്നതാണ്. മറ്റു പലർക്കും വ്യൂസ് വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് യൂട്യൂബിന്റെ അൽഗോരിതം തന്നെയാണ്. അത് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു 2021, 2022 പോലെയല്ല. നമ്മൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഒരുപാട് റെഫർ ചെയ്ത് അതിൽ സമയം കണ്ടെത്തി വീഡിയോ ചെയ്യുമ്പോൾ പണ്ടൊക്കെ യൂട്യൂബിൽ വീഡിയോസ് റാങ്കിങ്ങിൽ വന്നിട്ടുള്ളത് എന്ത് ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, എന്ത് ഡിസ്ക്രിപ്ഷൻ ആണ്, എന്ത് ടാഗുകളാണ് കൊടുത്തിട്ടുള്ളത്, ഇതൊക്കെ നോക്കിയിട്ടായിരുന്നു. എന്നാൽ 2026 നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അത് മാറി. ഓഡിയൻസിന്റെ ബിഹേവിയർ അനുസരിച്ചിട്ടാണ് യൂട്യൂബ് വീഡിയോസ് ഓഡിയൻസിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് യൂട്യൂബ് അൽഗോരിതത്തിൽ നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എത്ര സമയം ആളുകൾ കണ്ടു എന്നുള്ളതാണ്. ഓഡിയൻസ് റിട്ടൻഷൻ നോക്കിയിട്ടാണ് യൂട്യൂബ് നമ്മുടെ വീഡിയോ റാങ്കിങ്ങിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങൾ ഒരു വീഡിയോക്ക് ഭയങ്കരമായിട്ടുള്ള ടൈറ്റിലും നല്ല രീതിയിൽ SEO ഒക്കെ കറക്റ്റ് ചെയ്തു, ഡിസ്ക്രിപ്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തു, കീവേഡുകൾ കൊടുത്തു, അതുപോലെ തംബ്നെയിലൊക്കെ അട്രാക്റ്റീവ് ആക്കി. ഇത് ചെയ്യണ്ട എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പക്ഷെ യൂട്യൂബിൽ ഇപ്പൊ ഏറ്റവും പ്രധാനം എന്താണ്? ആ വീഡിയോന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഓഡിയൻസ് എത്ര സമയം നിങ്ങളുടെ വീഡിയോ കാണുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ റീച്ച് കൂടുന്നത്. അപ്പൊ നിങ്ങൾ ടൈറ്റിൽ കൊടുത്തിട്ടില്ല, ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതൊന്നും കാര്യമായിട്ട് കൊടുക്കാത്ത വീഡിയോസ് പോലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പലരും പറയുന്ന കാര്യമാണ്, ചില വീഡിയോസ് നിങ്ങൾ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഒക്കെ നന്നായി കൊടുക്കണമെന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ ചില ആളുകൾക്ക് അവർക്ക് ടൈറ്റിൽ അത്ര നന്നായി കൊടുത്തിട്ടില്ല, ഡിസ്ക്രിപ്ഷൻ പോലും കൊടുത്തിട്ടില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് വീഡിയോ റീച്ച് ആകുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഒന്ന്, അവരുടെ ചാനൽ റാങ്കിങ്ങിൽ വന്നിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ ഒരു പോയിന്റ് ആണ്, ഓഡിയൻസ് ബിഹേവിയർ. ആ ഒരു വീഡിയോ പബ്ലിക് ആയപ്പോൾ അതിനോട് ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത് യൂട്യൂബ് നോക്കുന്നുണ്ട്. അപ്പൊ CTR അല്ലെങ്കിൽ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ ഇതൊന്നും യൂട്യൂബ് അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ കൂടിയും ഓഡിയൻസ് ബിഹേവ്, ആ ഒരു വീഡിയോക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷൻ ഒന്നും വലിയ സംഭവമായിട്ടില്ല എങ്കിൽ പോലും ഓഡിയൻസ് റിട്ടൻഷൻ നന്നായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ നല്ല റീച്ചിലേക്ക് മൂവ് ആകുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞ 2026 നിങ്ങൾ കൊടുക്കുന്ന കീവേഡുകൾ മോശം, തംബ്നെയിലും മോശമാണെങ്കിലും അതിന്റെ ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലാണെങ്കിൽ ആ ഒരു വീഡിയോ റീച്ച് ആകുന്നതും, നിങ്ങളുടെ വീഡിയോയിൽ നല്ല തംബ്നെയിലും നല്ല കീവേഡുകൾ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓഡിയൻസ് റിട്ടൻഷൻ കുറവാണെങ്കിൽ ആ ഒരു വീഡിയോ ഡൗൺ ആകുന്നതുമാണ്. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോക്ക് റീച്ച് കുറയാനുള്ള കാരണം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം CTR. നമുക്കൊക്കെ അറിയാം ഒരു വീഡിയോയിൽ എത്ര ക്ലിക്ക് വന്നു എന്നുള്ളതാണ് CTR, ഇംപ്രഷൻ പോയിട്ട്. അപ്പൊ നമുക്കറിയാം ഇംപ്രഷന് പോകുമ്പോൾ അതിന് CTR കൂടണം എങ്കിലാണ് റീച്ച് കൂടുക എന്നാണ് നമ്മൾ പൊതുവെ ധരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ഇതിന്റെ അൽഗോരിതം വർക്ക് ആയിരുന്നതും. പക്ഷെ CTR കുറവുള്ള വീഡിയോക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കൂടുതലാണെങ്കിൽ ആ ഒരു വീഡിയോ റീച്ച് ആകുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോന്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രതിഭാസം നിങ്ങൾക്ക് മനസ്സിലാകും. നല്ല CTR ഉള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള തംബ്നെയിൽ കൊടുത്താൽ CTR കൂടും, പക്ഷെ അവിടെ ഓഡിയൻസ് ആ വീഡിയോ കാണില്ല. നമ്മളിപ്പോ നല്ല എന്താ പറയാ ക്ലിക്ക് ബൈറ്റ് ആയിട്ടുള്ള ഒരു തംബ്നെയില് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ആളുകൾ അത് കണ്ട് ക്ലിക്ക് ചെയ്യും. പക്ഷെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ നല്ല വീഡിയോ ആയിരിക്കണം. അപ്പൊ ആ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ അവിടെ കൂടുതലായിട്ട് വേണം എന്നുള്ളതാണ്. അപ്പൊ CTR കുറവ് നിങ്ങളുടെ വീഡിയോനെ
ഒരു പക്ഷെ തളർത്തുന്നില്ല. ഓഡിയൻസ് റിട്ടൻഷനാണ് ഇപ്പോൾ പ്രാധാന്യം. അപ്പോൾ ആ ക്ലിക്ക് ചെയ്തവര് എത്ര സമയം നിങ്ങളുടെ വീഡിയോ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾ തംബ്നെയിലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ തംബ്നെയിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? ആ തംബ്നെയിൽ കണ്ട് ക്ലിക്ക് ചെയ്ത ആള് എത്ര സമയം നമ്മുടെ വീഡിയോ കണ്ടു, എന്തെല്ലാം ആ ഒരു വീഡിയോയുടെ എങ്ങനെ പ്രതികരിച്ചു, ലൈക്ക്, ഡിസ്ലൈക്ക്, കമന്റ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ 30 സെക്കൻഡ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം യൂട്യൂബ് നോക്കുന്നുണ്ട് നമ്മൾ വീഡിയോ പ്ലേ ആയിട്ട് 30 സെക്കൻഡിനുള്ളിൽ എത്ര ആളുകൾ സ്കിപ്പ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ 30 സെക്കൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇൻട്രോ ഒരുപാട് വലിച്ചു നീട്ടി പറയാതെ നമ്മൾ വീഡിയോയിൽ എന്താണ്, ഉള്ളിൽ എന്താണ് എന്നുള്ളത് അതിന്റെ ഒരു ഹിന്റ് കൊടുക്കുക. എന്തെങ്കിലും പ്രോബ്ലം ആണ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ സോൾവ് എങ്ങനെ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്യുക. ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിയിക്കുക. അപ്പോൾ എത്ര സമയം 30 സെക്കൻഡിനുള്ളിൽ എത്ര പേര് സ്കിപ്പ് ചെയ്യുന്നു എന്നുള്ളത് യൂട്യൂബ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ ഒഴിവാക്കുക. അതായത് ആദ്യത്തെ 30 സെക്കൻഡിൽ നിങ്ങൾ എന്താണ് വീഡിയോയിലുള്ളത്, വീഡിയോ ആളുകളെ പിടിച്ചിരുത്തുന്ന രീതിയിലായിരിക്കണം, അവർക്ക് എന്തെല്ലാം ഇതിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അവരെ അറിയിക്കുക. ഒരുപാട് ചിലരൊക്കെ ഉണ്ട് നമ്മുടെ ആ ഒരു ചാനലിന്റെ ആ ഒരു ഇൻട്രോ അത് ഭയങ്കര വലിച്ചു നീട്ടിയിട്ടൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾ വളരെ ചുരുക്കി കാര്യങ്ങൾ പെട്ടെന്ന് 30 സെക്കൻഡിനുള്ളിൽ നമ്മളെ വീഡിയോയിൽ എന്താണെന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുക. എന്നിട്ട് അവരെ മുഴുവൻ സമയം കാണാനുള്ള ഒരു പ്രേരണ നമ്മൾ ഉണ്ടാക്കുക. നാലാമതായിട്ട് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇത് ഷോർട്സിനാണ് നിങ്ങൾക്ക് യൂസ് ആവുക. ലൂപ്പിംഗ്, റീവാച്ച്. നിങ്ങൾ പല ഷോർട്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ലൂപ്പിംഗ് ഉണ്ടായിരിക്കും. അതായത് ആളുകൾ വീഡിയോ കഴിഞ്ഞാലും വീണ്ടും റീവാച്ച് ചെയ്യുന്ന ഒരു തരം രീതിയിൽ ചെയ്യുന്ന ഷോർട്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഒരു ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ബോൾ എറിയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആദ്യത്തെ 2-3 ഷോർട്സ് ഇങ്ങനെ എറിയും, നമ്മളിങ്ങനെ എറിയും. അപ്പൊ ഒരു 3 തവണ എറിഞ്ഞു കഴിഞ്ഞാൽ ആ എറിഞ്ഞത് അവസാനിക്കുന്നത് വേറെ അറിയുന്നില്ല. ഇപ്പൊ അതിനുള്ളിലേക്ക് വീഴും, അടുത്തത് വീഴുന്നു വിചാരിച്ചിട്ട് അവർ വീണ്ടും വീണ്ടും റീവാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ വീഡിയോ അവിടെ അവസാനിച്ചിട്ട് വീണ്ടും ആദ്യത്തുനിന്ന് പ്ലേ ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് നമ്മളെ പ്രേക്ഷകരെ അറിയുന്നുണ്ടായിരിക്കും. അതൊരു ട്രിക്കാണ്. അങ്ങനത്തെ വീഡിയോസുകൾ ഒരുപാട് പേര് ചെയ്യാറുണ്ട്. അതുപോലെ സ്റ്റോറി ടെല്ല് പോലെ ഒരു ക്ലൈമാക്സ്, ഒരു എൻഡ് ട്വിസ്റ്റ് ടൈറ്റിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോൾ അതിനുള്ളിലൊരു എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ക്ലൈമാക്സ് കാണാൻ പറയുക, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക. അപ്പൊ എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പ്രതീതി സൃഷ്ടിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ റീവാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു ട്രിക്ക് നമ്മൾ ഷോർട്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ രീതിയിൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് റിട്ടൻഷൻ കൂടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എൻഗേജ്മെന്റിൽ വന്ന മാറ്റം. അതായത് പണ്ടൊക്കെ നമുക്ക് ലൈക്ക്, ഡിസ്ലൈക്ക് ഈ ഒരു എണ്ണം കൂട്ടുക എന്നുള്ളതായിരുന്നു, കമന്റ് ചെയ്യുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ യൂട്യൂബ് കമന്റ് എത്രത്തോളം വരുന്നുണ്ട്, അതിന് എത്രത്തോളം റിപ്ലൈ വരുന്നുണ്ട്, ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ടോ എന്നുള്ളത് യൂട്യൂബ് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ആ 1 മണിക്കൂറിൽ തന്നെ നമുക്ക് വീഡിയോക്ക് കമന്റ് വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മളിങ്ങനെ കറക്റ്റ് റിപ്ലൈ കൊടുത്തു പോവുക. ഒരു ചാറ്റ് പോലെ നമ്മൾ അവരോട് കറക്റ്റ് ഒരു ഇന്ററാക്ഷൻ നടത്തി മുന്നോട്ട് പോവുക. യൂട്യൂബ് ഇത് കറക്റ്റ് നോക്കുന്നുണ്ട്, നമ്മളെ ഓഡിയൻസ് എത്രത്തോളം കമന്റിൽ ഇട്ടിട്ട് അതും എത്രത്തോളം അവിടെ നിൽക്കുന്നുണ്ട്, ഏതെല്ലാം കാര്യങ്ങൾ നോക്കുന്നുണ്ട്, നെക്സ്റ്റ് വീഡിയോ കാണുന്നുണ്ടോ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിനാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കാർഡ്സുകൾ, എൻഡ് സ്ക്രീനൊക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിവർ എത്ര സമയം നമ്മുടെ ചാനലിൽ നിൽക്കുന്നു, അതുപോലെ ഏതെല്ലാം കമന്റുകൾ നോക്കുന്നു, എത്ര സമയം അത് ഏതിലൊക്കെ റിപ്ലൈ കൊടുക്കുന്നു, ഇതൊക്കെ യൂട്യൂബ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എൻഗേജ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസുകൾ, ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ പുതിയ ഓപ്ഷൻസ് ക്വിസ് ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അവരോട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. ഷോർട്സിലൊക്കെ അങ്ങനത്തെ ഓപ്ഷൻസുകൾ ഉണ്ട്. നമുക്ക് കമന്റിൽ പിന്ന് ചെയ്യാം, അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചത് പിന്ന് ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ എൻഗേജ്മെന്റ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് മാറുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ കൂടുതൽ റീച്ച് ആകുന്നതാണ്.
അടുത്തതായിട്ട് അവസാനത്തെ പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, അതായത് യൂട്യൂബ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കാറ്റഗറി ഏതിലാണെന്ന് നമ്മൾ തീരുമാനിക്കുക, അതിൽ മാത്രം നമ്മൾ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുക. യൂട്യൂബിന്റെ അൽഗോരിതം മാറി എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് വരുന്ന വീഡിയോസുകൾ ഇതൊരു ഹ്യൂമൻ സൈക്കോളജി പ്രകാരമാണ് ഇപ്പോൾ വീഡിയോസ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരേ കാറ്റഗറി തിരഞ്ഞെടുത്തിട്ട് അതിൽ വീഡിയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു അൽഗോരിതം നമുക്ക് കണക്ട് ചെയ്ത് വരിക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കുക്കിംഗ് മാത്രമായിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ വീഡിയോസ് അത് കുക്കിംഗ് മാത്രം കാണുന്ന ആളുകളിലേക്കായിരിക്കും യൂട്യൂബ് എത്തിക്കുക, ചാനൽ റാങ്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ മിക്സ്ഡ് കണ്ടന്റ് ചെയ്യുമ്പോൾ ആ ഒരു ഹ്യൂമൻ സൈക്കോളജി പ്രകാരം യൂട്യൂബ് കുക്കിങ്ങിലേക്ക് മാത്രം നമ്മുടെ ചാനൽ എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ സ്റ്റക്ക് ആവുകയാണ്. മിക്സ്ഡ് കണ്ടന്റ് ചെയ്യുമ്പോൾ അത് യൂട്യൂബിന് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു തീം വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2026 വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പഴയ പോലെ 2021 2022 ചെയ്ത പോലെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനും മാത്രം നോക്കി തംബ്നെയിൽ അട്രാക്റ്റീവ് ആക്കി കണ്ടന്റിൽ ശ്രദ്ധിക്കാതെ ഓഡിയൻസ് റിട്ടൻഷനിൽ ശ്രദ്ധിക്കാതെ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ യൂട്യൂബ് മാറുമ്പോൾ നമ്മളും മാറേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങൾക്ക് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സർവീസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.